പേജിക്ക് പോരി ലൈവ് ഇട്ട് നോക്കിക്കണോ ടെസ്റ്റിംഗ് ഒക്കെ തുടങ്ങിക്കണോ കട്ടാവോ നോക്കുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ ലൈവ് ഇട്ടേക്കണേ ലൈവിൽ വാങ്ങിച്ചാണ് ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ അവിടെ ഇരുന്നാൽ നമ്മുടെ പുറകിലുള്ളവർക്ക് നല്ല രീതിയിൽ മത്സരം വീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾ നിൽക്കുന്ന അതേ സ്ഥലത്തിന് ഇരിക്കാൻ സംവിധാനമുണ്ട്. പേപ്പർ ചോദിച്ചു വാങ്ങാം. അവിടെ ഇരുന്നാൽ നമ്മുടെ പുറകിലുള്ളവർക്ക് നല്ല രീതിയിൽ മത്സരം വീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു രക്ഷയില്ല, നല്ല ജനാണ്. ഇതൊക്കെ ഗൾഫിലുള്ളവരൊക്കെയാണ്. അപ്പോ ലൈവ് കട്ടായ ക്ഷമിക്കുക. ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ അവിടെ ഇരുന്നാൽ നേരത്തെ തന്നെ സ്റ്റേഡിയത്തിൽ എത്തിച്ചേർന്ന ഫുട്ബോൾ പ്രേമികൾക്ക് നല്ല രീതിയിൽ മത്സരം വീക്ഷിക്കാൻ നിങ്ങളുടെ വിനീതമായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഇരു ടീമംഗങ്ങളും മൈതാനത്തിന്റെ മധ്യഭാഗത്ത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി ബഹുമാന്യനായ തിരൂർ ഡിവൈഎസ്പി ശ്രീ സുരേഷ് ബാബു അവർകൾ. അദ്ദേഹം ഇന്ന് കളിക്കാരുമായി പരിചയപ്പെടുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി തിരൂർ ഡിവൈഎസ്പി ശ്രീ സുരേഷ് ബാബു. അദ്ദേഹം ഇന്ന് കളിക്കാരുമായി പരിചയപ്പെടുന്നതായിരിക്കും. റോയൽ കപ്പ് ഫൈനൽ മഞ്ചേരി റോയൽ ട്രാവൽസ് കോഴിക്കോട്. ടീം അംഗങ്ങൾ എത്രയും പെട്ടെന്ന് മൈതാനത്തിന്റെ മധ്യഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ടീം അംഗങ്ങൾ ഇരു ടീം അംഗങ്ങൾ മൈതാനത്തിന്റെ മധ്യഭാഗത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മുജീബ് ഹായ് ഹായ് ഞാനൊന്ന് കണ്ടാളി. ഒരു പുറത്ത് അതിലേറെ ജനം, പുറത്ത് നല്ല ജനം വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഗാലറിയിലും സ്റ്റേഡിയത്തിലും ഗ്രൗണ്ടിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ആരിപ്പോൾ കയറ്റണില്ല. എല്ലാവരും ഒന്ന് ലൈക്കും ഷെയർ അടിക്കട്ടോ. മൈതാനത്തിന്റെ മധ്യഭാഗത്ത് ഒരു ഇന്നത് നമ്മുടെ മുഖ്യ അതിഥി തിരൂർ ഡിവൈഎസ്പി ശ്രീ സുരേഷ് ബാബു അവർകൾ. അദ്ദേഹത്തെ കളിക്കാരുമായി പരിചയപ്പെടാൻ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ടൂർണമെന്റിന്റെ ജനറൽ കൺവീനർ, ഈ ടൂർണമെന്റിന്റെ മുഖ്യ സ്പോൺസറായ റോയൽ ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുസ്തഫ അവർകൾ, ഈ ടൂർണമെന്റിന്റെ കോർഡിനേറ്റർ അനൗൺസർമാരുടെ വെടിക്കാട്ടി ശ്രീ എം എ ലത്തീഫ് അവർകൾ നമ്മുടെ ഡിവൈഎസ്പി സാറിനെ അനുഗമിക്കുന്നു. ഷാവുൽ ഭായ്, ഞാൻ വന്നത് ലൈവ് ഇടാൻ വേണ്ടിയിട്ട് വന്നതാ. കളി നടക്കൂലെന്ന് നമുക്കും അറിയാം. ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ അവിടെ ഇരുന്ന് നിങ്ങളുടെ പുറകിലുള്ളവരുമായി സഹകരിക്കണമെന്ന് വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. ഒരു 60 മിനിറ്റ് നേരത്തെ ആവേശോജ്വലമായ ഒത്തിരി നല്ല മുഹൂർത്തമാവട്ടെ വരാനിരിക്കുന്നതെന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ വിനീതമായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ പുറകിലുള്ള ഫുട്ബോൾ പ്രേമികൾക്ക് കൂടി നല്ല രീതിയിൽ മത്സരം കാണുവാനുള്ള സൗകര്യത്തിന് വേണ്ടി ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ അവിടെ ഇരുന്ന് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രൗണ്ടിലാണ് ഇരിക്കുന്നത്. താങ്ക് യു സാർ. ആ തലയാണ് എനിക്കൊന്ന് സീറ്റ് പിടിച്ചേക്കണ്ട്. നിങ്ങൾ അങ്ങനെ പറയരുത്. നമ്മളെ ചങ്സാളാണ് ഒക്കെ ഒന്നും പറയില്ലെന്നേ. ആരും ഒന്നും പറയില്ല. അതവിടെ നിന്നോട്ടെ, നമ്മളെ ചെക്കനാണ്. ഒരു ലെഗ് ഫൈനലല്ലേ. ഓക്കെ താങ്ക്സ്. ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഷാനവാസ് ഉണ്ട്.
ഫുള്ളാവില്ലെന്ന് അറിയില്ല കേട്ടോ. അത് നമ്മളെ ലൈവ് ഒരു ഷെയർ ചെയ്യുന്നതാണ്, ഓരോ പേജിൽ ഇതാക്കുന്നതാണ്. ലൈവാക്കാൻ പറ്റില്ല, നമ്മളെ ചങ്കാണ്. നിങ്ങൾക്ക് ഇത് ലൈവ് ഇടാൻ സീറ്റ് പിടിച്ചെന്ന ഓനാണ്. സ്ഥലം ഉണ്ടാവും, കാരണം എന്താ അങ്ങനെ ഞാൻ ഇരിക്കണേ, അതുകൊണ്ടാവും. പുറത്ത് കിണോലോടൊക്കെ ലൈവാണോ പറഞ്ഞാൽ ഷഹീനുണ്ട്. ഷഹീന്, ഉസ്മാന്, ഷാനു, ആർണോൾഡ്, കൊയ്മി, കുട്ടൻ, സലാം. ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് തന്നിട്ടും നമ്മളെ ചടപ്പിക്കണ വർത്തമാനം പറയുന്നത്. ഷെയർ പോട്ടെ, ഷെയർ പോട്ടെ, ഷെയർ ചെയ്യല്ലേ, ലൈക്കും ഷെയറും. ഷാനുനി പൈസോ ആളെ മനസ്സിലായ ഗ്രൂപ്പിലൊക്കെ തള്ളിക്കണല്ലോ ചെയ്യും. ആദ്യ സ്റ്റോലൊക്കെ ആഹണ്ട് ആഹന്ന് ഇവിടെ ഇല്ലേ, കോഴിക്കോട് കൊമ്മേരില്ലേ.
മോനെ ഏതാ അടി. പൈസ എനിക്ക് ആളെ മനസ്സിലായ. ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ നിങ്ങളുടെ പിറകിലുള്ള സുഹൃത്തുക്കളുമായി സഹകരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആദിസ്ക ലൈവ് ഗിലവതി മുത്തൂടെ കോഴിക്കോടുണ്ടോ? വലിക്ക് പോയിട്ടില്ലേ? പൈസോ ഇവന്റെ കളിക്കൊക്കെ വണിക്ക് അയക്കണേ. ഇതൊന്നും ആവണം, ഒന്നും ആക്കണം. ഇതാ ആവാറായി. ആശുസ്മാണ്ട് സ്കോർ 0-0. നാല് മിനിറ്റ്. ആദിസ്ക നിങ്ങൾക്ക് ഇന്നെ അറിയാമെന്നറിയില്ല. ഞാൻ മുസമ്മിലെ സയൻസ് കോട്ടക്കലിൻ്റെ ഒരു ആളാണ്. നിങ്ങളെ ലൈവിലൊക്കെ ഞാൻ വരാറുണ്ട് ആദിസ്ക. നിങ്ങളെ ലൈവിലൊക്കെ ഞാൻ വരാറുണ്ട്. കണ്ടിട്ടുണ്ടാവും അറിയില്ല. വരുമ്പോൾ സമ്മില് ഇല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. സ്കോർ 0-0. കിടന്നു. അഞ്ച് മിനിറ്റ്. കമൻറ്റ് എന്തേലും ആ ഒരു ഓക്കെ ഫവാസ് ഭായി താങ്ക്സ്. പിൻ ചെയ്ത് വെക്കാൻ. മാസ്ക് ഗാന്ധിനഗറാണ്. പക്ഷേ ലെവലുള്ളവർക്ക് റോയൽ ട്രാവൽസ് എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. 1-0 റോയൽ 1 ഫിഫ 0. ഒരു മിനിറ്റ്. സ്കോർ ചെയ്ത് മാക്സ്വെല്ല്. കളി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കളി 5-6 മിനിറ്റ് ആയിട്ടുള്ളൂ. ആദിസ്ഖാൻ്റെ ലൈവിലൊക്കെ ഞാൻ ഉണ്ടാവലുണ്ട്. ആദിസ്ഖാക്ക് അറിയും, ഇനിയും ഞാൻ പരിചയപ്പെടുത്തും. ഫിഫൻ്റെ ലൈനപ്പ് സലാമ്, ഷാനു, ഷഹീന്, ഉസ്മാന്, കൊയ്മി, അർണോൾഡ്, കുട്ടന്. അടിച്ചത് മാക്സ്വെല്ല്. നമ്പർ 11 മാക്സ്വെൽ. സ്കോറായി. റോയൽ 1 ഫിഫ 0. ഫിഫ കളിക്കും. അതൊക്കെ ടൈം ഉണ്ടല്ലോ. കളി തുടങ്ങിയിട്ട് 8 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇത് മലപ്പുറം ഒതുക്കുങ്ങല് റോയൽ കപ്പ് ഫൈനൽ. ഫിഫ 0 റോയൽ 1. കുട്ടനുണ്ട്, ഫ്രാൻസിസ് ഇല്ല.
കളി 8 മിനിറ്റ്. അതെ, നമ്പർ 7 ആഷിക്ക് അടിച്ചത് മാക്സ്വെൽ. ഷാനവാസ് ഉണ്ട്. ആദിസ്ക എൻ്റെ നമ്പറോ? എൻ്റെ നമ്പർ ഒരു മിനിറ്റ് ഞാൻ ടൈപ്പ് ചെയ്യാം. ആദിസ്ക എൻ്റെ നമ്പറാക്കണേ. ആദിസ്ക എൻ്റെ നമ്പർ കിട്ടിയില്ലേ? ഞങ്ങൾ ടൈപ്പ് ചെയ്തിന്. ഗോള് അടിച്ചു. റോയൽ 1 0. സലാമുണ്ട്. പ്രാവശ്യം ജൂനിയർ ഫ്രാൻസിസും വരും. ഇപ്പോൾ കൊയ്മിയും അർണോൾഡുമാണ്. ഉസ്മാനുണ്ട്. ആദിസ്ക റീപ്ലൈ കിട്ടിയില്ല. ഓക്കെ ആദിസ്ക പിന്നെ വാട്സപ്പിൽ തരി കളി കഴിഞ്ഞിട്ട്. സൂം ചെയ്താലേ ക്ലിയർ ഉണ്ടാവില്ല. വാണേ ഞാൻ ചെയ്ത്. അൻഷിദ് ഖാൻ കീപ്പർ. സ്കോർ റോയൽ 1 പിന്നെ ഫിഫ 0. ആദിസ്ക ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊമ്മേരിയത്തെ ലൈവ് പോയിട്ട് കാണാൻ. ഇന്ന് എല്ലാ ടീമും ഉണ്ടല്ലോ. അർണോൾഡ് ഉണ്ട്. സ്കോർ 1-0. അൻഷിദ്, ഷാനിദ് വാളന്, എലിയാസ്, പിന്നെന്താ ജസീലോ എൻ്റെ ഒരു പേര്, പിന്നെ ആഷിഫ് ഉസ്മാന്, മാക്സ്വെല്, പിന്നെ ഒരു കറുപ്പുണ്ട്. എനിക്ക് കറക്റ്റ് അറിയില്ല. റൂം വേണ്ട. ഓക്കെ, റൂം ഒഴിവാക്കിയാണ്. കയ്യിന്ന് പോയിക്കണോ. പൈസ കയ്യിന്ന് പോയിക്കണോ. കളി 12 മിനിറ്റ് ആയിട്ടുള്ളൂ. അർണോൾഡ് ഉണ്ട്. 12 മിനിറ്റ് കേട്ടോ. അതെ, സലാമ് ഗോൾ കീപ്പർ. സ്കോറർ മാക്സ്വെൽ. ടൈം 12 മിനിറ്റ്. അതെ, അസിസ്റ്റ് എലിയാസ് ഫ്രീക്ക് അടിച്ചതാണ്. പക്ഷെ അത് റോയൽ ജയിച്ചാലും വേണ്ടില്ല, ഫിഫ ജയിച്ചാലും വേണ്ടില്ല, കളി ഫുള്ളായാൽ മതി. സമാന് സബിലാണ്.
ഫ്രാൻസിസും ജൂനിയറും എത്തിയിട്ടില്ല. ആരാ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ ഗ്രൂപ്പിൽ. ആരൊക്കെയോ ലിങ്കൊക്കെ ചോദിക്കുന്നുണ്ട്, ഒന്ന് നോക്കിക്കാട്ടെ. ഒരു മിനിറ്റ് കേട്ടോ, ലൈവ് ഒരാൾക്കൊരു ലിങ്ക് കൊടുത്തോട്ടോ. ഫൈസ്ക അങ്ങക്ക് ഇങ്ങനെ പറഞ്ഞാൽ മെയിമുണ്ടാതെ അവിടെ ഇരുന്നു. അതെ അതെ, കഴിഞ്ഞ വർഷം ലിംഷി കളിച്ചിട്ടുണ്ട്. റോയൽ റോസും ബ്ലാക്കും. നെയ്സ് എത്തിയിട്ടില്ല. എല്ലാം കിട്ടിയത് ഷഹീന് നമ്പർ 2. ഇതാ അടുത്ത കുലപതി എത്തിയല്ലോ, റിച്ചൂസ് കാരാത്തോടെ. ആദിസ്ക റിച്ചൂസ് കാരാത്തോടെ വലിയില്ല എവിടെയും. ഗോളടിച്ചത് മാക്സ്വെല്ല്. ഞാൻ ഇത് കളി കഴിഞ്ഞിട്ട് വരട്ടോ. സ്കോർ 1-0. 15 മിനിറ്റ്. റോയൽ 1 ഫിഫ മഞ്ചേരി 0. എന്തുണ്ടായടാ അതാണ് പ്രശ്നം. കളി കാണില്ല. 1500 ആൾക്കാരുണ്ട് ഇതില്. സ്കോർ 1-0. ആ പൈസ പോയിക്കോ, തള്ളിക്കോ. കളി 17 മിനിറ്റ്. റോയൽ 1 ലിൻഷസ് ഫിഫ 0. ഓക്കെ, 17 മിനിറ്റ്. റോയൽ 1 ഫിഫ 0. കൊയ്മി അഗ്നോൾ. ഇവന്റെ ബാക്കിലേന് ഷാനവാസ്, ഷഹീന്, ഉസ്മാന്. ടൈം 17 മിനിറ്റ്. ടിക്കറ്റ് കിട്ടി പുറത്ത് ഇഷ്ടം പോലെ ആളുകൾ വെയിറ്റിങ്ങിലാണ്. അടില്ല കളി തന്നെ നടക്കണ്ട. അവിടെ ഇതേ ഷെയ്ന് ചാൻസസ് ഇല്ല.
അടുത്തത് റോയല് മാക്സ്വെല്. പതറിയല്ല കളിക്ക് കയറാം. പതറിയിക്കണു പ്ലേയേഴ്സ്, പതറിയിക്കണടാ. റഫറിന്റെ പേരെന്താ, നൗഷാദോ എന്തോ എന്നാ പേര്. ചരിത്രം. അതന്നെ റിച്ചസ്കാരത്തോട് പറഞ്ഞാൽ സ്കോർ പിൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് നോക്കിങ്ങൾ. അവരൊക്കെ ലൈവിൻ്റെ കുലപതികളാണ്. അതുപോലെ സഫീറില്ല. എല്ലാവർക്കും താങ്ക്സ്. 1700. റാഷിദ് ഉസ്മാൻ കളിക്കുന്നുണ്ട്. ടൈം 19 20 ഇല്ല, ഫസ്റ്റ് ഹാഫാണ്. 20 മിനിറ്റ്. റോയൽ 1 FIFA 0. കോയിമുണ്ട് കോയിമി നമ്പർ 5. അടിച്ചത് മാക്സ്വെല്, റോയൽ ട്രാവൽസിന്റെ നമ്പർ. അതാ ഞാനും നേരത്തെ പറഞ്ഞത്. പിന്നെ വടംവലിയിലെ എല്ലാ കുലപതികളും ഇവിടെ ഉണ്ട്. 1.8K. താങ്ക്സ് എല്ലാവർക്കും. റോയലിന്റെ കീപ്പർ അൻഷിദ് ഖാൻ. സെമിയല്ല, ഫൈനൽ. തല കാണുന്നുണ്ട്. ഞാൻ ഇവിടെ കണ്ടുവരും. ഞാൻ എത്ര കാട്ടണം, ഞാൻ എങ്ങനെ ഇരിക്കുന്നത്. എങ്ങനെയെന്ന് എനിക്കേ അറിയുള്ളൂ. റോയലിന്റെ കീപ്പർ അൻഷിദ് ഖാൻ. നീ ചീത്തറിയണ്ട, കാണണ്ട. ഞാൻ കളിയാണ് കാണും. അത് ബോസിന് വിളിച്ചാ. സ്കോർ റോയൽ 1 FIFA 0. അഭിജിത്ത് കുറുവള്ളൂർ വരും. ഞാനും ഉണ്ടാവും കുറുവള്ളൂർ കേട്ടോ. നമുക്ക് ഇൻഷാല്ലാ കാണാം. കുറുവള്ളൂർ വരണം വിചാരിക്കുന്നു. സെൽഫിസ്റ്റിക്ക് കൊടുന്നാൽ മതി. കൊണ്ട എന്നെ തള്ളലട്ടാ, ഞാൻ അടിക്കണ പോകും.
അടച്ചറേ താടി വിളിച്ചിട്ടുണ്ട്. നാളെ കല്യാണമാണോ അവൻ്റെ? നാളെ കല്യാണമാണോ അവൻ വിളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇന്ത്യയിൽ 1.9 ആണല്ലോ, നിങ്ങളതിലൊക്കെ 2K. ഞാൻ പറഞ്ഞ നമ്പർ വിളിച്ചാശിക്കാം. എന്താ 98 95 അടിച്ചാ 80 85 ആ നാളെ അടിച്ചാൽ പറയണേ. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് നിന്നാട്ടെ. മോനോ ക്ലിയർ ആവും. നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടാണ്, ഇത്രയും ജനങ്ങളില്ലേ. ക്ലിയർ. വെയിറ്റ്. ക്ലിയർ ആക്കി തരാം. വെയിറ്റ്. കിട്ടണം 'ചൂസ്കാരത്തോട് ക്ലിയർ പോയോ? ഇപ്പോൾ വരും, വെയിറ്റ് ചെയ്യും. അടിക്കാം. റെഡി ആയില്ല? ക്ലിയർ റെഡി ആയോ? പറയും. ചൂസ്കാരത്തോട് ലൈവ് കിലോപതി ഇത് ക്ലിയർ ആയോ? പറയും. ടൈം 27 മിനിറ്റ്. സ്കോർ റോയൽ 1. ഒരടിക്ക് 27 മിനിറ്റ്. വെറുതെ സൂമാക്കിയാൽ ക്ലിയർ പോകും. പിന്നെ എല്ലാവരോടും ഫസ്റ്റ് ഹാഫ് ഇപ്പോൾ കഴിയും. സെക്കൻഡ് ഹാഫിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വരണം. സെക്കൻഡ് ഹാഫ് സപ്പോർട്ട് ചെയ്യണേ. നമ്പർ അടിക്കാം. നാൽക്കാലിക്ക് വിളിച്ചിങ്ങനെ നാളെ കല്യാണാണ്. നാളെ അവൻ്റെ ബദർ കഴിച്ചു. കുട്ടനുണ്ട്. അല്ല, സ്കോർ ചെയ്തത് മാക്സ്വെൽ. സ്കോറ് റോയൽ 1 ഫിഫ 0. നെറ്റ്വർക്ക് പോവാണെന്ന് പറഞ്ഞാൽ
സോറി ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നിന്ന് നെറ്റ്വർക്ക് ഇഷ്യൂ വരികയാണ്, അതുകൊണ്ടാണ് ക്ലിയർ പോകുന്നത്. ഓക്കെ, നമ്മൾ എല്ലാവരും സഹകരിക്കുക. തൂക്കായതിന് ചെലവ് വേണം. ചെലവോ എനിക്കാരാ തരാ? മുട്ടക്കാക്ക അവിടെ ഉണ്ട്. മുട്ടക്കാക്കാനെ കളി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. കുട്ടനുണ്ട്. പിന്നെ ടിക്കറ്റ് റേറ്റ് 100 രൂപ. 2 മിനിറ്റ് എക്സ്ട്രാ ടൈം. ഫസ്റ്റ് ഹാഫിൽ എക്സ്ട്രാ ടൈം 2 മിനിറ്റ്. അല്ല, റെഫറി നൗഷാദ് 2 മിനിറ്റ്. ടിക്കറ്റ് റേറ്റ് 100 രൂപ. ടിക്കറ്റ് 80 അല്ല 100. ഗാലറി റോയലിൻ്റെ കൂടെ. ഗോളടിച്ചത് ആദ്യത്തെ 5 മിനിറ്റിൽ അടിച്ചത്. അത് ഇതേത് റെഫറി ആണെങ്കിൽ ഇപ്പൊ തോറ്റെന്ന് നിന്നില്ല. ഷാനവാസിന് യെല്ലോ കാർഡ്. ടൈം കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് കഴിയാറായി. ഫസ്റ്റ് ഹാഫിലെ ലാസ്റ്റ് സെക്കൻഡുകൾ അല്ല, സെവൻസിൻ്റെ ആരാധകണ്ടല്ലോ ഇവിടെ. സെക്കൻഡ് ഹാഫ് ജസ്റ്റ് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തുടങ്ങും. ആരും പോകണ്ട, അവിടെ നിന്നാൽ മതി. ഓക്കെ, ആരും പോകണ്ട, ഞാൻ ലൈവ് കട്ട് ചെയ്യില്ല. അതൊന്നുമില്ല, ഷാനുവിന് യെല്ലോ കാർഡ് കിട്ടിയതാ. ആയിഷ് ഉസ്മാനെ ഫൗൾ ചെയ്തു. റെക്കോർഡ് ഇട്ടിട്ടാ 2K. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. 2 അടി, രണ്ടാമത്തെ അടി പോസ്റ്റ് തട്ടി പോകുന്നു.
പ്ലേയേഴ്സ് ഗ്രൗണ്ടിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മത്സരത്തിന് മുമ്പ് ഒരു കുട്ടിയെ കാണാനില്ല എന്ന വിവരവുമായി മാന്യ ഫുട്ബോൾ പ്രേമികൾക്ക് വിവരം തന്നിരുന്നു. അല്പസമയം മുമ്പ് ആ കുട്ടിയെ കണ്ടെത്തിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ജനുവരി 2-ാം വാരത്തിൽ കാടുപടിയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഉജ്ജ്വലമായ തുടക്കം. ജനുവരി 2-ാം വാരത്തിൽ കാടുപടിയിൽ അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഉജ്ജ്വലമായ തുടക്കം. മീനാർപുഴയിൽ ജനകീയ ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി ആദ്യ വാരത്തിൽ ആരംഭിക്കുന്നു. മീനാർപുഴയിൽ ജനകീയ ഫുട്ബോൾ ടൂർണമെന്റ് ഫെബ്രുവരി ആദ്യ വാരത്തിൽ ആരംഭിക്കുന്നു. പതിനാറാമത് CBG കോറോട് കൊണ്ട് സംഘടിപ്പിക്കുന്ന അഖില കേരള സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ജനുവരി 15 മുതൽ കോട്ടക്കൽ വലിയ പറമ്പ് ഗോൾഡൻ സെന്റർ സ്കൂൾ സ്റ്റേഡിയത്തിൽ അരങ്ങേറുന്നു. കുന്നത്തങ്ങാടി ഷോപ്പിൽ പള്ള നിറയെ കള്ളും നോന്തി കേറി പള്ള നിറയെ കള്ളും നോന്തി ആടി ആടി എപ്പോ വരും നിന്നങ്ങളമാര് പൊന്നേ ആടി ആടി എപ്പോ വരും നിന്നങ്ങളമാര് പൊന്നേ കുന്നത്തങ്ങാടി ഷോപ്പിൽ കേറി പള്ള അടിയാടിയപ്പവരും നിന്നകളമാര് പൊന്നേ അടിയാടിയപ്പവരും നിന്നകളമാര് പൊന്നേ അതിലൊരു പറ നെല്ല് പൊരിച്ച് കാതുകുത്താനെപ്പവരും നിന്നെപ്പവരും നിന്നവന്മാര് പൊന്നേ റഹ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന
ജലീർ റഹ്മാനി വാണിയന്നൂർ, ഉസ്താദ് കബീർ ഭാഗവി എന്നിവരുടെ പ്രഭാഷണം ജനുവരി 13, 14 തീയതികളിൽ ഈ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ്. ജനുവരി 13, 14 തീയതികളിൽ ഉദയത്തിൽ റഹ്മാൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ജലീൽ റഹ്മാനി വാണിയന്നൂരിന്റെയും കബീർ ഭാഗവിയുടെയും പ്രഭാഷണ വേദി. സ്കോർ റോയൽ 1 ഫിഫ 0. മത്സരത്തിന്റെ രണ്ടാം പകുതി ആരംഭിക്കുകയായി. മാന്യ ഫുട്ബോൾ പ്രേമികൾ, നിങ്ങളുടെ പിറകിലുള്ള സുഹൃത്തുക്കളുമായി സഹകരിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് കളി മലപ്പുറം ഒതുക്കുങ്ങൽ റോയൽ കപ്പ് ഫൈനൽ ഒരു അരമണിക്കൂർ നേരത്തെ കൂടി നിങ്ങളുടെ വിനീതമായ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ ടച്ച് ലൈനിൽ ശ്രദ്ധിച്ചുകൊണ്ട് പിറകിലുള്ള ഫുട്ബോൾ പ്രേമികളുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സെക്കൻഡ് ഹാഫ് തുടങ്ങി. എൻ്റെ നെയിം മുസമ്മിൽ. അടുത്ത ലൈവോ സ്കോർ അവിടെ പിൻ ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, നോക്കി. സ്കോർ റോയൽ 1 ഫിഫ 0. എൻ്റെ പേര് മുസമ്മിൽ. സ്കോർ റോയൽ 1 ഫിഫ 0. എന്താ കിട്ടാത്തത്? ഈ ഹാഫ് ടൈം അല്ലേനാ? കാണുന്നതിൻ്റെ രസം, ആവേശം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങോട്ട് തിരിയാനുള്ള ക്യാപ്പ് കിട്ടണില്ല. അതാണ്. ഞാനിവിടെ തന്നെ ഒതുക്കലടുത്തുള്ള. സ്കോർ 1-0 റോയൽ 1 ഫിഫ 0. ടിക്കറ്റ് റേറ്റ് ടിക്കറ്റ് 100 അല്ലടാ. ടിക്കറ്റ് 100, ഫൈനലിന് 100. ഇതാ ജനങ്ങൾ കാണില്ലേ, നല്ല ജനാണ്. ടിക്കറ്റ് കൊടുക്കൽ നിർത്തിവെച്ചതാണ്. ഷാനുണ്ട്. ആര് ജയിക്കും എന്നുള്ളത് നമുക്ക് എന്താ പറയാ. സ്കോർ ചെയ്തത് മാക്സ്വെൽ, നമ്പർ 11. താങ്ക്സ്. കുട്ടനുണ്ട്. കോട്ടക്കലിൽ ഈ വർഷം കളിയില്ല. കോട്ടക്കത്തെ കളി ഒഴിവാക്കിയിട്ടുണ്ട്. LSR ഫുട്ബോൾ ടൂർണമെൻറ്റ് ഈ വർഷം ഇല്ല. ഒതുക്കുങ്ങൽ പൊട്ടിക്കല്ലേ. സഫീറില്ല. ഷഹീനെ, ഉസ്മാനെ, ഷാനു. സ്കോർ ചെയ്ത പ്ലെയർ മാക്സ്വെല്. 33 മിനിറ്റ്. ഞാൻ ഫിഫൻ്റെ ആരാധകനുമല്ല, റോയലിൻ്റെ ആരാധകനുമല്ല. അതെ, ഗോൾ കീപ്പർ സലാം 96.
റോയലിൽ 3 കറുപ്പന്മാരുണ്ട്. 2 2 കറുപ്പന്മാർ. കോട്ടക്കൽ ഒഴിവാക്കാൻ കാരണം ഗ്രൗണ്ടിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. മൊറയൂർ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല. ഇല്ല, ഞാൻ വാണിയമ്പലമൊന്നും പോകാറില്ല. എനിക്കൊന്ന് ലോങ് ഉണ്ട്. ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ് വാണിയമ്പലത്തൊന്നും എത്തിപ്പെടാൻ കഴിയില്ല. എൻ്റെ വീട് ഒതുക്കുങ്ങൽ തന്നെയാണ്. ഒതുക്കുങ്ങലിന് ഒരു 3 കിലോമീറ്റർ. കീപ്പർ സലാം കുട്ടനുണ്ട്. ഇല്ല, ഫസലും ഇല്ല. അന്ന് ഫസല് സബിലുണ്ട്. റോയൽ 1 ഫിഫ 0. അൻഷിദ് ഖാൻ റോയലിൻ്റെ കീപ്പർ. ഷോപ്പ് കോട്ടക്കൽ തന്നെ. കോട്ടക്കൽ. ഗോൾ അടിച്ചത് മാക്സ്വെല്, നമ്പർ 11. റോയൽ ട്രാവൽസിൻ്റെ നമ്പർ 11 മാക്സ്വെൽ. സഫീർ കളിക്കാതെ പരിക്കണം. 36 മിനിറ്റ്. ഞാൻ കളിക്ക് എവിടെയെങ്കിലും അഖിലേന്ത്യക്ക് പോവുകയാണെങ്കിൽ ഞാനിടാട്ടോ. സ്കോർ 1-0 റോയൽ 1. അല്ല, എൻ്റെ കാൽത്തച്ച് വന്നിട്ടില്ലേ? അതവിടെ ഉണ്ടാ. ഉസ്മാണ്ട് റോയൽ ട്രാവൽസിൻ്റെ ടീം മാസ്ക് ഗാന്ധിനഗർ സ്പോൺസറാണ്. ബ്ലാക്ക് റോസ് ജേഴ്സി മാസ്ക് ഗാന്ധിനഗറിൻ്റെ പേരിലാണ് റോയൽ ട്രാവൽസ് കഴിക്കുന്നത്. ഓക്കെ, ആഷിഖ് ഉസ്മാനുണ്ട്. റോയലിൻ്റെ സെൻട്രൽ ബാക്ക് ഏലിയാസ്. അയ്യൂബക്ക 2K മിനിറ്റ് 37 മിനിറ്റ്. കാലിത അവിടുന്ന് സൂമാക്കിയാൽ ക്ലിയർ പോവും. സൂം ചെയ്തരാ, ക്ലിയർ പോയ എന്നെ പറയരുത്. ഓക്കെ, സൂം ചെയ്ത്. വളാഞ്ചേരിയിൽ എന്നാ കളി അറിയില്ല. കളി റോയൽ 1 ഫിഫ 0. ചൂസ് താരത്തോടെ വീണ്ടും ലൈവ് കുലപതികൾ 39 സ്കോർ ചെയ്തത് മാക്സ്വെൽ. അടവേറില്ല. സ്കോർ അവിടെ പിൻ ചെയ്തിട്ടുണ്ട്.
39 മിനിറ്റ്. അടപേറില്ല, കളി കുഴപ്പമില്ല. ചിലവിൽ തുടങ്ങി സൂം കുറക്കും. ഞാൻ ആദ്യം അതാ പറഞ്ഞത്, സൂം ചെയ്താൽ അജി പുറത്താണല്ലേ, എന്നാ കണ്ടോ. റിച്ചൂസ് കാരാത്തോട്. എൻ്റെ പേര് മുബഷിറല്ല, എൻ്റെ പേര് മുസമ്മിൽ, എന്നെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ. റോയലിൻ്റെ കീപ്പർ അൻഷിദ്. ടിക്കറ്റ് കിട്ടാതെ കുറേ ആൾക്കാർ പുറത്ത് പോയി എന്നറിയാം. എന്താ ചെയ്യാം, ഗ്രൗണ്ട് ഫുള്ളാണ്. സൂം ഒഴിവാക്കിയിട്ടുണ്ട്. ഷെയ്നുണ്ട്. സെക്കൻഡ് ഹാഫ്. ഇല്ലില്ല, റിച്ചസ് ലൈവ് കട്ട് ചെയ്തിട്ടില്ല. സമീർ ഭായി മതി, എന്താ താങ്ക്സ്. അടവേറൊന്നും കഴിഞ്ഞ സീസണും ഇല്ലല്ലോ. ഫോൺ സാംസങ് ആണ്. $2.3K. ടിക്കന്റെ ഫോർവേഡ് കുട്ടനെ, കോയ്മി, ആർണോൾഡ്. ചുസ്കാരത്തോടെ ഞാൻ വലിക്ക് വരാറുണ്ട്. ഇവിടെ വലിക്ക് സെവൻസ് കോട്ടക്കലിൻ്റെ കട്ട ഫാനാണ്. ഓക്കെ, ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളെ. നിങ്ങൾക്ക് ഇന്നറിയില്ലെങ്കിലും എനിക്ക് നിങ്ങളറിയാം. അൻഷിദ് കാണ്ട്. റോയലിൻ്റെ കീപ്പർ അൻഷിദ്. ഗാലറി ഇതാ ഇതിൻ്റെ ഒപ്പം കാണുന്നില്ലേ. ആരടിച്ച് ഫ്രാൻസിസ് ഇല്ല. ഫസ്റ്റില് സബിലുണ്ട്. റഫറി കുഴപ്പമില്ല, റഫറി ഇന്ന് കുഴപ്പമില്ല. റോയലിൻ്റെ കർപ്പന്മാർ ഒന്ന് മാക്സ്വെല്ലാണ്, മറ്റേതിൻ്റെ പേര് എനിക്കറിയില്ല. അതെ, സ്കോർ 1-0. റോയൽ 1, FIFA 0. നെസ്റു കോട്ടക്കലിൽ കളിയില്ല. ഫോണ് സാംസങ് A6+. റിച്ചസ് കാരത്തോടെ ആദ്യം പറഞ്ഞോ. ഓക്കെ, എന്താണ് അല്ലടാ ആൾക്കാർ കളിയാണ്. അത്രയും നേരം കളി നല്ല രീതിയിൽ നടന്നേക്കണേ. ഇതുവാനില്ല. എല്ലാവരും ഇരിക്കുക, അപ്പോൾ നമുക്ക് കാണുള്ളൂ. അതെ, നൂഹ് ആൻഡ് മാക്സ്വെൽ. നൂഹിനെ എനിക്കറിയില്ലായിരുന്നു. താങ്ക്സ്.
ടൈം 44 മിനിറ്റ്. ഗോൾ അടിച്ചത് മാക്സ്വെല്ല്. ഒച്ച ഉണ്ടാക്കിയേ. റോയലിന്റെ ബാക്ക് ഏലിയാസ് സ്റ്റോപ്പർ. ടൈം 45 മിനിറ്റ്. അല്ല, ഈ റഫറി കഴിഞ്ഞ ഫിഫയുടെ ഫസ്റ്റ് കളിക്കും അത്യാവശ്യം നല്ല രീതിയിൽ നിന്ന റഫറി. ഫസ്റ്റിലേക്ക് ആ സ്കൈ ബ്ലൂ ജയിച്ച കളിക്ക് കളി 15 മിനിറ്റും കൂടിയുള്ളൂ. ഗ്രൗണ്ടിൽ നിന്ന് ഒരല്പസമയം കൂടി മാന്യ ഫുട്ബോൾ പ്രേമികൾ ടച്ച് ലൈനിൽ നിന്ന് പുറകോട്ട് മാറി നിൽക്കേണ്ടതാണ്. ഗ്രൗണ്ടിലുള്ള മാന്യ ഫുട്ബോൾ പ്രേമികൾ ടച്ച് ലൈനിൽ നിന്ന് അല്പം പുറകോട്ട് മാറി ഒരല്പസമയം കൂടി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ നിർബന്ധമായും ടച്ച് ലൈനിൽ നിന്ന് പുറകോട്ട് മാറി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതെ, നൗഷാദാണ്. ഇല്ലല്ല, അവിടെ പ്രശ്നങ്ങൾ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ സീനൊന്നുമില്ല. അല്ല, 2.7K ഒക്കെ ആയല്ലോ. എന്തൊക്കെ റോയൽ 1 ഫിഫ മഞ്ചേരി 0. കളി ഒരു 12 മിനിറ്റും കൂടി ഉണ്ട്. 12 മിനിറ്റ് 48 മിനിറ്റോളായി കളി. 48 മിനിറ്റ്. ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ ടച്ച് ലൈനിൽ പുറകോട്ട് മാറി അവിടെ ഇരുന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ പുറകിൽ ഇനിയും ധാരാളം സ്ഥലമുണ്ട്. ബാക്കിലേക്ക് മാറി അവിടെ ഇരുന്ന് സഹകരിക്കപ്പെടുന്നത്. ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി. നല്ല രീതിയിൽ തുടർന്ന് പോകുന്ന മത്സരം അതിനെ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ നിങ്ങളുടെ വിനീതമായ സഹകരണം വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. അവിടെ തല്ലൊന്നുമില്ല. അവിടെ ഗ്രൗണ്ടിൽ കാണികള് എന്താ പറയാ, കളി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നീങ്ങി വരികയാണ്. റോയൽ 1 ഫിഫ 0.
റഫറി ഒരല്പസമയം നമ്മുടെ ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ ടച്ചിൽ നിന്ന് മാറി. ഗ്രൗണ്ടിലുള്ള ഫുട്ബോൾ പ്രേമികൾ വളണ്ടിയേഴ്സുമായി സഹകരിച്ച് ഗോൾ പോസ്റ്റ് ചുറ്റുഭാഗം നമ്മുടെ ടച്ച് ലൈനിൽ ഒരല്പം പുറകോട്ട് മാറി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ കുട്ടനെ വലിച്ച് ഫസലും ഇറങ്ങി. വയസ്സ് പറയാ തെണ്ടിച്ച് കണ്ടിക്കണില്ല, വെറുതല്ല. വ്യൂവേഴ്സാണ് നോക്കിക്കളാ, മാനാൾക്കാരല്ല. ഇതല്ല അനക്ക് കേക്കണില്ല. അങ്ങനെ കുറെ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട്. ആടാ ഓക്കെ 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 ആ ക്ലിയർ ആക്കി തരാം. റെഡിയല്ലേ? സൂം ചെയ്തിട്ടില്ല. എന്തിന് റിച്ചസ്റ്റാ? എന്തിന് മനസ്സിലായില്ല. ഓക്കെ, ഇപ്പോൾ ക്ലിയർ ആക്കി തരാം. വെയിറ്റ് ചെയ്യും. റെഡി ആയില്ല? ആഷിഫ എന്താ വർത്താനോ ചേട്ടാ? ഞാൻ നാട്ടിൽ ഒതുക്കുന്നത് തന്നെ. ഭാഗ്യമില്ല, ഫിഫക്ക് ഭാഗ്യമില്ല. പയ്യനെ 22 മിനിറ്റ് ആയില്ല. 8 മിനിറ്റും കൂടി കളി തീരാ. 8 മിനിറ്റ്. കളി 1-1 1-1. സ്കോർ ചെയ്തത് ഉസ്മാനല്ല അടിച്ച്. ഉസ്മാന് ആടാ പുകട്ടു. ഞാൻ പോണ നിലക്ക് പിടിക്കായിട്ടില്ല. സ്കോർ 1-1. ആരെങ്കിലും ആ സ്കോർ ഒന്ന് ടൈപ്പ് ചെയ്താക്കിട്ടോ. ഓക്കെ, താങ്ക്സ്. ഫസ്റ്റ് ഷോട്ട് പോസ്റ്റ് തട്ടിപ്പോയി. കോർണറിൽ അത് ഗോളാക്കി.
ഉസ്മാനാണെന്ന് തോന്നുന്നു. ഉസ്മാനിലല്ല അടിച്ച് സ്കോർ ചെയ്ത് ഉസ്മാൻ ഹെഡ് ചെയ്ത്. കളി ടൈറ്റായി. ഒന്നേ ഹെഡ് ഗോള് കളി 1-1 സ്കോർ ചെയ്ത് ഉസ്മാൻ. വെറുതെ കുടുംബ ഗോളാണ്. ഉസ്മാനെ ഫ്രീ ആക്കി വിട്ടു. അപ്പം ഞാനിപ്പോൾ ഇന്ന് (1-1) FIFA 1 റോയൽ 1. ഒരു 200 ആൾക്കാരും കൂടി കൊടുന്നാണ് 3K ആവട്ടെ. ഉസ്മാനാഷിക്കുണ്ട്. അഞ്ചിൻ്റെ കൂടി എക്സ്ട്രാ ടൈം ഉണ്ടാവും. സമനിലാണെങ്കിൽ എക്സ്ട്രാ ടൈം ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടാവും. ഫൈനലല്ലേ കൊടുക്കും. കളി 4 മിനിറ്റും കൂടി. 2.9K ഒന്നുകൂടി. 1 ആഞ്ഞൂറ്റാണി 3K ആക്കട്ടെ. 1 ആഞ്ഞൂറ്റാണി 3K ആകട്ടെ. സെമീർക്ക റോയലിലടിച്ചത് മാക്സ്വെല്ല്. കളി കമ്മിറ്റികളായിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല കളിയാണ് രണ്ട് ടീം. ഇവിടെ എക്സ്ട്രാ ടൈം ഇല്ലെങ്കിൽ വേണ്ട. മുട്ടകാക്കുണ്ട്. ഫിഫക്ക് സ്കോർ ചെയ്തത് ഉസ്മാൻ. ഇവൻ്റെ ലൈനപ്പ് സലാമ് ഷാനു, ഉസ്മാൻ, ഷെയ്ന്, കൊയ്മി, അർണോൾഡ്, കുട്ടൻ. ഇപ്പോൾ ഫസ്റ്റിലാണ് കളിക്കേണ്ടത്. കുട്ടൻ സബ്ബായി. റോയൽ 1 FIFA 1. മുട്ടക്കാക്കുണ്ട്. കോർണർ ബോൾ. കളിപ്പോൾ ഫിഫയുടെ കയ്യിലാണ്. കൊച്ചാപ്പിയെ 20. റോയലിൻ്റെ കീപ്പർ അൻഷിദ്. ഫിഫയിൽ സ്കോർ ചെയ്ത് ഉസ്മാന്. എൻ്റെ നെയിം മുസമ്മിൽ. താങ്ക്സ് 3K. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ.
മാക്സ്വെലിൻ്റെ ജേഴ്സി നമ്പർ 11. എച്ച് കേരളത്തോടെ 3K താങ്ക്സ്. ഓക്കെ എല്ലാവർക്കും താങ്ക്സ്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. കഴിഞ്ഞിട്ടില്ല, ലാസ്റ്റ് മിനിറ്റ്. ആൾക്കാർ നേരിട്ട് സ്കോർ 1-1. വൈഫൈ ഇതിന്ന് കളി ഫുൾ ടൈം ആയി. ആരും ഗ്രൗണ്ടിൽ ഇറങ്ങരുത്. വിജയികളെ ടൈ ബ്രേക്കറിലൂടെ കണ്ടെത്തുന്നതാണ്. കളി പെനാൽറ്റി. ട്രൈ ബ്രേക്കറിലൂടെ വിജയികളെ കണ്ടെത്തും. എക്സ്ട്രാ ടൈം ഒന്നുമില്ല, ട്രൈ ബ്രേക്കറാണ്. ഓക്കെ, മത്സരം സമനിലയിൽ. വിജയികളെ ടൈ ബ്രേക്കറിലൂടെ കണ്ടെത്തുന്നതാണ്. ഇന്നത്തെ ഗസ്റ്റ് തിരൂർ DYSP. കളി പെനാൽറ്റിയുടെ ഒരു വിജയികളെ കണ്ടെത്തുട്ടോ. രണ്ട് സെവൻസിലെ പേര് കേട്ട രണ്ട് കീപ്പർമാർ തമ്മിൽ സെവൻസിലെ രണ്ട് കീപ്പർമാരിൽ അറിയപ്പെട്ട രണ്ട് പ്രജാപതികൾ, അൻഷിദ് ഖാനും സലാമും നേർക്കുനേർ. സ്റ്റേഡിയത്തിൽ നിന്ന് രണ്ട് ചാവി വീണ് കിട്ടിയിട്ടുണ്ട്. ഒരു മത്സരമായി പൂർണ്ണമായി ബന്ധപ്പെടുക. റിച്ചസ്കാരത്തോടെ പെനാൽറ്റി ഷൂട്ടൗട്ടിലൂടെ വിജയികളാണ്. സലാമല്ലേ? സലാം അങ്ങനെ തന്നെയാണ്. ജേഴ്സി മാറ്റും. മറ്റേ ആശം പറവരില്ല. ആസിഫ് പറയടാ, വാട്സപ്പിലൊന്നും അത് കഴിഞ്ഞിട്ട്. പെനാൽറ്റി ഏത് പോസ്റ്റിലാന്ന് ആദ്യം നോക്കട്ടെ. സൂം ചെയ്തരാ ആസിഫ, ഇത് ഏത് പോസ്റ്റിലാന്ന് തീരുമാനമാകട്ടെ. ഫിഫയുടെ ഗോൾ അടിച്ചത് ഉസ്മാൻ. അൻഷിദ് ഖാൻ വിസ് സലാം. സൂം ചെയ്യാം. എക്സ്ട്രാ ടൈം ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ വിജയികൾ ഫിഫ മഞ്ചേരി, ഇവിടുത്തെ വിജയികൾ ഫിഫ മഞ്ചേരിയാണ്. എക്സ്ട്രാ ടൈം ഇല്ലാത്ത ഇത്രയും കാണികളുടെ ഇടയിൽ ഇനിയും കളി നടത്തുക എന്നുള്ളത് റിസ്ക്കിയാണ്. കാണികൾ ഗ്രൗണ്ടിൽ ഇറങ്ങി. ഒരുമാതിരി ചെറ്റത്തര പരിപാടിയായി പോയി നമ്മളെ. ഓക്കെ, ലക്കി സോക്കർ ആലുവ ആദ്യത്തെ വിന്നേഴ്സാണ്. രണ്ടാമത്തെ വിന്നേഴ്സ് ഫിഫ മഞ്ചേരിയാണ്. ഇത് നമ്മളെ പോകാനല്ല, ഇതാ അവസ്ഥ. പോകണ്ടില്ലേ? ഗ്രൗണ്ടിൽ കാണികളുണ്ട് ഇറങ്ങി. ഓക്കെ, ഫോണിൽ 70% ചാർജ്. ഇനി
ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ബേജാറാണ്? അതൊന്ന് സ്ക്രീൻഷോട്ട് അടിച്ചോട്ടെ. 3.1 സ്ക്രീൻഷോട്ട് അടിച്ച് പോയെങ്കിൽ ഇങ്ങനെയാണ്. ഇളക്കാതെ പിടിക്കുക. ഞാൻ അവിടെ നിൽക്കുന്നതിൻ്റെ റിസ്ക് അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആദ്യം. പെനാൽറ്റി തുടങ്ങുമ്പോൾ പിടിച്ചാൽ കേട്ടോ. പെനാൽറ്റി ഷൂട്ടൗട്ട് നടത്താനുള്ള സൗകര്യങ്ങൾ പൂർണ്ണമായും ചെയ്തു കൊടുത്തുകൊണ്ട് ടൂർണമെന്റിന്റെ ഉജ്ജ്വലമായ വിജയത്തിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യ കിക്ക് റോയൽ ട്രാവൽസിൻ്റെ ഗോള്. പൊന്തിച്ച് ഈ സൈഡ് അർണോൾഡിന്റെ കിക്ക് സേവ് ചെയ്തു. അർണോൾഡിന്റെ കിക്ക് സേവ്. അൻഷിദ് ഖാൻ കാണുന്നില്ല. സ്കോർ 2-0. റോയലിൻ്റെ 2 കിക്കും ഗോള്. ഫിഫയുടെ ഒരു കിക്ക് അടിച്ചു, അത് തടുത്തു. രണ്ടാമത്തെ കിക്ക്. ഗോൾ 2-1. 3-1 സോറി. റോയലിൻ്റെ 3 കിക്കും ഗോള്. ഫിഫയുടെ ഒരു കിക്ക് തടുത്തു, ഒരു കിക്ക് ഗോള്. മൂന്നാമത്തെ കിക്ക്. അതും സേവ്. ഫസലുവിൻ്റെ കിക്കും സേവ് ചെയ്തു. സേവല്ല, പോസ്റ്റ് തട്ടിപ്പോയി. ഈ കിക്ക് ഗോളാക്കിയാൽ റോയൽ ട്രാവൽസ് ഈ വർഷത്തെ വിന്നേഴ്സ്. കിക്ക് പുറത്തേക്ക്. കളി ആവേശത്തിലേക്ക്. ആ കറുപ്പൻ. സ്കോറ്
അൻഷിദ് ഖാൻ 2 എണ്ണം സേവ്, സലാം 1 സേവ്. ഇല്ല അവിടെയുള്ളൊരു ഓടുന്നില്ല. ചെയ്യാതാ ഇത് ഗോളാക്കും വേണം, അടുത്ത് തടുക്കും വേണം. ഇത് അടുത്ത കഴിഞ്ഞില്ലേ? ഇത് അടുത്ത കഴിഞ്ഞ് ചെയ്തു. അൻഷിദ് ഖാൻ 3 കിക്ക് സേവ്. റോയൽ ട്രാവൽസ് ഈ വർഷത്തെ വിന്നേഴ്സ്. അൻഷിദ് ഖാൻ 3 കിക്ക് സേവ് ചെയ്തു. പോലീസുകാരെ ലാത്തി അടിച്ചു. ഈ വർഷത്തെ വിന്നേഴ്സ് റോയൽ ട്രാവൽസ്. മാസ്ക് ഗാന്ധിനഗർ സ്പോൺസർ ചെയ്ത റോയൽ ട്രാവൽസ് കോഴിക്കോട്. ഫിഫയ്ക്ക് ഫൈനലിൽ തോൽവി. മാസ്ക് ഗാന്ധിനഗർ സ്പോൺസർ ചെയ്ത റോയൽ ട്രാവൽസ് കോഴിക്കോട് ഈ വർഷത്തെ വിന്നേഴ്സ്. അൻഷിദ് ഖാൻ സൂപ്പർ സേവ്, മാരക കീപ്പിങ്. ആദ്യം കാട്ടിയാൽ മതി, എന്നാൽ കിക്ക് ശരിക്കും അടിച്ചേന്. ട്രോഫീസ് കണ്ടോളിട്ടാ. എല്ലാവർക്കും താങ്ക്സ്. ഇത്രയും സപ്പോർട്ട് ചെയ്തതിനൊക്കെ താങ്ക്സ്. ഇനി എവിടെയെങ്കിലും കളിക്ക് പോകണമെങ്കിൽ അവിടുന്ന് ലൈവിൽ കാണാം. ഓക്കെ, ഇവിടുത്തെ ലൈവ് അവസാനിച്ചു. റോയൽ കപ്പ് ഇന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിലെ ഫൈനൽ ജേതാക്കൾ റോയൽ ട്രാവൽസ് FC മാസ്ക് ഗാന്ധിനഗർ. അഖിലേന്ത്യാ സെവൻസിന്റെ കളിഭൂമികയിലെ ആഘോഷിക്കും ഫിഫ മഞ്ചേരി ഒതുക്കുങ്ങൽ റോയൽ 2ാം സ്ഥാനത്തും. ഇരു ടീമംഗങ്ങളും സമ്മാനദാന ചടങ്ങിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വളണ്ടിയേഴ്സ് നമ്മുടെ സമ്മാനദാന ചടങ്ങിനായി ഒരൽപ്പം മാന്യ ഫുട്ബോൾ പ്രേമികൾ പുറകോട്ട് മാറി സഹകരിക്കേണ്ടതാണ്. വളണ്ടിയേഴ്സ്, എല്ലാ വളണ്ടിയേഴ്സും നമ്മുടെ മൈക്ക് ബോർഡ് പരിസരത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മുഴുവൻ വളണ്ടിയേഴ്സ് അനൗൺസ്മെന്റ് പോയിന്റ് പരിസരത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മൊട്ടക്കാക്കാന സഹിക്കണം ഗ്രൂപ്പിലേ. ചടങ്ങിൽ ഇരു ടീമംഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. സമ്മാനദാന ചടങ്ങിൽ ഇരു ടീമംഗങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ പേര് മുസമ്മില്. അപ്പോൾ ലൈവ് കട്ടാക്കട്ടെ, കഴിഞ്ഞില്ലേ? ട്രോഫി ബഹുമാനപ്പെട്ട സമ്മാനദാന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി മാന്യ ഫുട്ബോൾ പ്രേമികൾ ആ ട്രോഫി വെച്ച ടേബിൾ നൽകുന്നതിനകത്ത് മാറേണ്ടതാണ്. ഇരു ടീമംഗങ്ങളും ഉടൻ തന്നെ ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇരു ടീമിന്റെയും കളിക്കാർ എത്രയും വേഗം സമ്മാനദാന കർമ്മ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതാണ്.
ഓരോ ടീം അംഗങ്ങളും ചടങ്ങ് ഉടൻ തന്നെ പൂർത്തിയാക്കേണ്ടതുള്ളതുകൊണ്ട് ഇരു ടീമിന്റെയും കളിക്കാർ എത്രയും വേഗം തോണിയുടെ മുൻഭാഗത്ത് എത്തേണ്ടതാണ്. ഇരു ടീമംഗങ്ങളും സമ്മാനദാന ചടങ്ങിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇരു ടീമംഗങ്ങളും സമ്മാനദാന ചടങ്ങിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അതാണ് ഇപ്പൊ പറയണ്ടേ. ഇന്ന് ഗ്രൂപ്പിലൊക്കെ സഹിച്ചണം ഞാൻ മൊട്ടനാ നീ ഇളകിക്കണോ അല്ലെങ്കിൽ തന്നെ ഇന്ന് കൂപ്പണൊന്നുമില്ല. ഇതൊക്കെ ഉണ്ടായിരുന്നു 3600 ആളുണ്ടായിരുന്നു. ഒക്കെ പോയി 3600. ഇന്ന് റെക്കോർഡ് കിട്ടിയില്ലേ? സലാം സലാം കോഴിക്കോട്. നമ്മുടെ മാന്യ ഫുട്ബോൾ പ്രേമികൾ ഒരല്പം കൂടി പുറകോട്ട് കളിക്കാർക്ക് ഇവിടെ ഇരിക്കാം. നല്ല രീതിയിലുള്ള ക്യാമറമാന് അത് ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ പറ്റും. ഒരല്പം കൂടി പുറകോട്ട് മാറി നിന്നാൽ നല്ല രീതിയിൽ ക്യാമറമാൻ അത് ഒപ്പിയെടുക്കാൻ പറ്റും. മാന്യ ഫുട്ബോൾ പ്രേമികൾ സൈഡിൽ പുറകിൽ ധാരാളം സ്ഥലമുണ്ട്. ഒരൊറ്റ ലൈൻ മാത്രമേ ഉള്ളൂ. ആവേശോജ്വലമായ ഒത്തിരി ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന ഒതുക്കുന്ന റോയൽ കപ്പകളിന്റെ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സമ്മാനദാന ചടങ്ങ് ഒരല്പസമയം കൂടി നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയാണ്. ഭാഗ്യം ചെയ്തിട്ടുണ്ട്. ഫൈനൽ മത്സരത്തിലെ ആദ്യ ഗോൾ റോയൽ ട്രാവൽസ് മാക്സ്വെൽ. ഫൈനൽ മത്സരത്തിലെ ആദ്യ ഗോള് റോയൽ ട്രാവൽസിന്റെ മാക്സ്വെൽ. സമ്മാനദാന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട തിരൂർ ഡിവൈഎസ്പി ശ്രീ സുരേഷ് ബാബു അവരുടെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. ഫൈനൽ മത്സരത്തിൽ ആദ്യ ഗോൾ റോയൽ ട്രാവൽസ് മാക്സ്വെൽ. Maxwell, Royal Travels. Elias, come on, tough one. Maxwell. Glenn Maxwell. ഫൈനൽ മത്സരത്തിലെ ആദ്യ ഗോൾ റോയൽ ട്രാവൽസ് മാക്സ്വെൽ. ഫൈനൽ മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച് അൻഷിദ് ഖാൻ. മാൻ ഓഫ് ദ മാച്ച് അൻഷിദ് ഖാൻ. ഈ ടൂർണമെന്റിലെ മികച്ച ഗോൾ കീപ്പർ അയനിക്കുന്നൻ ഉണ്ണിയൻകുട്ടി മെമ്മോറിയൽ ട്രോഫി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ നാഷിദ്. അർഹതപ്പെട്ട കീപ്പിംഗ് ആണ്. ബെസ്റ്റ് കീപ്പർ നാഷിദ്. സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറത്തിന്റെ നാഷിദ്. ഈ ടൂർണമെന്റിലെ താരിഖ് ഭായി ഇന്ന് മുത്തുവിന്റെ ലൈവ് ഉണ്ടോ കോഴിക്കോട്ടത്ത്? ഈ ടൂർണമെന്റിലെ മികച്ച ഡിഫൻഡർ ബെസ്റ്റ് കീപ്പർ നാഷിദ്. ധനരാജ് മെമ്മോറിയൽ ട്രോഫി റോയൽ സൂപ്പർ വാട്സപ്പ് സമ്മാനിക്കുന്ന ധനരാജ് മെമ്മോറിയൽ ട്രോഫി സ്കൈ ബ്ലൂ എടപ്പാൾ. മികച്ച ഡിഫൻഡർ അബു. ബെസ്റ്റ് കീപ്പർ നാഷിദ് സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം. ബെസ്റ്റ് സ്റ്റോപ്പർ അബു. അതുപോലെ തന്നെ ഈ ടൂർണമെന്റിലെ മികച്ച ഫോർവേഡ് സ്കൈ ബ്ലൂ എടപ്പാൾ ടുട്ടു. മികച്ച ഫോർവേഡ് ടുട്ടു സ്കൈ ബ്ലൂ എടപ്പാൾ. ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച സ്വദേശി താരം
Royal Travels, Ashik Usman. സ്വദേശി താരം ആഷിഖ് ഉസ്മാൻ ജയിച്ചത് റോയൽ ഈ ട്രാവൽസ് ടൂർണമെന്റിലെ കോഴിക്കോട്. മികച്ച കളിക്കാരൻ, ബെസ്റ്റ് പ്ലെയർ. മൊട്ട ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച വിദേശ താരം ലീഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ലബി. ലീഷ മെഡിക്കൽസ് മണ്ണാർക്കാട് ലബി ഈ ടൂർണമെന്റിലെ മികച്ച വിദേശ താരം. ബെസ്റ്റ് ഫോറിൻ പ്ലെയർ ലബി ഈ ലിൻഷ ടൂർണമെന്റിലെ മെഡിക്കൽസ് എമർജിംഗ് മണ്ണാർക്കാട്. പ്ലെയർ ഫിഫ മഞ്ചേരി ഫസ്ലുർ റഹ്മാൻ. എമർജിംഗ് പ്ലെയർ ഫസ്ലു ഫിഫ മഞ്ചേരി. പാച്ചു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയണ്ടാവുള്ളൂ. പാച്ചു ഫസ്ലുർ റഹ്മാൻ. അതിന്റെ അടിയിൽ നിന്ന് കയറി വരാൻ കഴിയണില്ലാണ്. ആകെ ഒരു ഇത് നോക്കി, ആ ഒരു ചെറിയ റൗണ്ടാ കൊടുത്തിക്കണേ. ഈ ടൂർണമെന്റിലെ രണ്ടാൾ ഷൂട്ട് ഔട്ട്. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ റോയൽ ട്രാവൽസ് മാക്സ്വെൽ ആൻഡ് ഫിഫ മഞ്ചേരി അർണോൾഡ്. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറേഴ്സ് ആർണോൾഡ് Maxwell, come ആൻഡ് on. മാക്സ്വെൽ. റോയൽ ട്രാവൽസ് Arnold. ആർണോൾഡ് ഫിഫ മഞ്ചേരി. അർണോൾഡ്. ഈ ടൂർണമെന്റിലെ ടോപ്പ് സ്കോറർ രണ്ടാൾ മാക്സ്വെൽ ആൻഡ് അർണോൾഡ്. ഈ ടൂർണമെന്റിലെ ഫെയർ പ്ലേ അവാർഡ് ടീം KFC കാളികാവ്. KFC കാളികാവ്. ഫയർ പ്ലേ ഫെയർ ടീം പ്ലേ അവാർഡ് ടീം KFC കാളികാവ്. ഫയർ പ്ലേ അവാർഡ് ടീം KFC കാളികാവ്. നമ്മുടെ റഫറിമാർ ഫൈനൽ മത്സരത്തിലെ റഫറിമാർ റഫറീസ് ജലീൽ നാസർ ബാബു ആൻഡ് നൗഷാദ്. സോറി റഫറി ജലീലാട്ടോ. സോറി നൗഷാദ്. അതുപോലെ തന്നെ ഫോർത്ത് ഒഫീഷ്യൽ മുജീബ് മാസ്റ്റർ, ഹമീദ് മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ. ഇന്നത്തെ നമ്മുടെ റഫീസ് ജലീൽ നാസർ ബാബു ആൻഡ് നൗഷാദ്. ഫോർത്ത് ഒഫീഷ്യൽ മുജീബ് മാസ്റ്റർ, ഹമീദ് മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ. ഫോർത്ത് ഒഫീഷ്യൽ മുജീബ് മാസ്റ്റർ, ഹമീദ് മാസ്റ്റർ, മുഹമ്മദ് അലി മാസ്റ്റർ. 3 കിക്ക്, ഒന്ന് അർണോൾഡ്, പിന്നെ കൊയ്മി, ഫസ്ലു ആണെന്ന് തോന്നുന്നു കിക്ക് തടുത്തത്. അല്ലല്ല, അർണോൾഡിൻ്റെ തടുത്തു, ഫസ്ലുവിൻ്റെ തടുത്തു, പിന്നെ വേറെ ഏതൊരു പ്ലെയർ അത് കണ്ടില്ല. ബെസ്റ്റ് പ്ലെയർ ലബി. ഈ ടൂർണമെന്റിലെ മീഡിയ പാർട്ണർ ഒലയ ആർട്സ്. CCTV സജ്ജീകരിച്ച ഈഗിലായി സെക്യൂരിറ്റി സൊല്യൂഷൻ. ഈഗിലായി അതുപോലെ തന്നെ കൂടുതൽ സീസൺ ടിക്കറ്റ് വിൽപ്പന നടത്തിയ ഇല്യാസ് നിജമ 640 സീസൺ ടിക്കറ്റ്. കൂടുതൽ സീസൺ ടിക്കറ്റ് വിറ്റാൽ ആഷിഖ് അതുപോലെ തന്നെ ഏറ്റവും നല്ല സ്വദേശി താരം. ടൂർണമെന്റിലെ അനൗൺസർ ബെസ്റ്റ് കീപ്പർ നാഷിദ്, സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം. ബെസ്റ്റ് പ്ലെയർ ലബി, ലിൻഷ മെഡിക്കൽസ് മണ്ണാർക്കാട്. ഈ ടൂർണമെന്റിൽ ഫെയർ പ്ലേ ബോക്സിനെ വിട്ടു നൽകിയ TS സ്കൂളിനുള്ള ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഉപഹാരം. ബെസ്റ്റ് കീപ്പർ നാഷിദ്, സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം.
വിന്നിംഗ് ടീം റോയൽ ട്രാവൽസ് എന്നുള്ളതൊക്കെ കോഴിക്കോട്. അതുപോലെ തന്നെ ഒതുക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ടൂർണമെന്റിന്റെ ടിക്കറ്റ് കൗണ്ടർ കൈകാര്യം ചെയ്ത ടൂർണമെന്റിന്റെ ബാങ്കിംഗ് സംവിധാനം കൈകാര്യം ചെയ്ത ഒതുക്കൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഒതുക്കൽ ബാങ്ക് എത്ര സെൽഫി ആണോക്കാ? ഓൾ ഇന്ത്യ വാട്സ്ആപ്പ് പ്രവചന മത്സരത്തിലെ വിജയ് നജീബ് ഓൾ ഇന്ത്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ പ്രവചന മത്സര വിജയ് നജീബ് സംഗ്ലിയ. അനൗൺസ്മെന്റ് ജാബർ മഞ്ചേരി. മാസ്ക് ഗാന്ധിനഗർ റോയൽ ട്രാവൽസ് കോഴിക്കോട് സ്പോൺസർ ചെയ്ത മാസ്ക് ഗാന്ധിനഗറാണ് വിന്നേഴ്സ്. അടുത്ത കളി ഇവിടെ ഉണ്ടാവും. ഞാൻ ഇന്ത്യ ഗാലറി സംവിധാനം സജ്ജീകരിച്ച മാളികത്തിൽ ഗാലറി ബാർ മാളികത്തിൽ അതുപോലെ തന്നെ ശബ്ദ വെളിച്ചം സൂപ്പർ സോണിക് ലൈറ്റ് ആൻഡ് സൗണ്ട്. ഓനക്ക് പിന്നെ അങ്ങനത്തെ ഒന്നുമില്ല. ഫോട്ടോഗ്രാഫി മജീബ് വർണ്ണം. സ്കോർ 1-1. പെനാൽറ്റിയിലെ റോയൽ ട്രാവൽസ് മാസ്ക് ഗാന്ധിനഗർ വിജയിച്ചു. ഈ ടൂർണമെന്റിന്റെ ആവേശോജ്വലമായ ഫൈനൽ പോരാട്ടത്തിലെ റണ്ണേഴ്സ് ടീം മഞ്ചേരി റോയൽ ട്രാവൽസ് സമ്മാനിക്കുന്ന മനോഹരമായ റണ്ണേഴ്സ് ട്രോഫി ഏറ്റുവാങ്ങാൻ ഫിഫ മഞ്ചേരിയുടെ ടീം മാനേജ്മെന്റിനെയും ടീം അംഗങ്ങളെയും ക്ഷണിക്കുന്നു. വിന്നേഴ്സ് റോയൽ ട്രാവൽസ് കോഴിക്കോട്. മാസ്ക് ഗാന്ധിനഗർ സ്പോൺസർ ചെയ്ത റോയൽ ട്രാവൽസ് കോഴിക്കോട്. മുജീബിക്ക അടുത്ത ലൈവിന് ഞാൻ ഒരിക്കലും പോയിട്ടാണ്. താങ്ക് യു സർ. മൂന്നാമത് റോയൽ കപ്പ് അഖില ഇന്ത്യ സ്പോർട്സ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ മനോഹരമായ വിന്നേഴ്സ് ട്രോഫി റോയൽ ട്രാവൽസ് ഗാന്ധിനഗർ. ഈ വർഷത്തെ വിന്നേഴ്സ് റോയൽ ട്രാവൽസ് കോഴിക്കോട് മാസ്ക് ഗാന്ധിനഗർ. ഹലോ എന്റെ പേര് മുസമ്മില്. ഇല്ല പടക്കം വരുന്നുണ്ട് കത്തി ആവണുള്ളൂ. ഈ വർണ്ണാഭമായ സമാപന ചടങ്ങിൽ സമ്മാനദാന കർമ്മം നിർവഹിച്ച ബഹുമാനപ്പെട്ട തിരൂർ ഡിവൈഎസ്പി ശ്രീ സുരേഷ് ബാബു അവർക്കും ഞങ്ങൾക്ക് ഈ ഫൈനൽ മത്സരം സുഗമമായി നടത്താനുള്ള സെക്യൂരിറ്റി സംവിധാനം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് മേധാവി ശ്രീ IPS, അതുപോലെ തന്നെ തിരൂർ ഡിവൈഎസ്പി സുരേഷ് ബാബു, കോട്ടക്കൽ സബ് ഇൻസ്പെക്ടർ റിയാസ് ചാക്കീരി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ ഈ ടൂർണമെന്റിൽ നടത്തിപ്പിന് വേണ്ടി സഹകരിച്ച ഈ ടൂർണമെന്റിനെ വൻ വിജയമാക്കി തീർത്ത നല്ലവരായ എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. താലേക്ക് പോണം. അപ്പൊ എല്ലാവരോടും ഓക്കെ ബൈ. ഇനി വേറെ എവിടുന്നേലും കാണാം. ഓക്കെ. സൂപ്പർ സ്റ്റുഡിയോന്റെ നാഷിദിന് ബെസ്റ്റ് കീപ്പർ, ടൂർണമെന്റിലെ ബെസ്റ്റ് കീപ്പർ നാഷിദ്. പെനാൽറ്റി അൻഷിദ് ഖാൻ സേവ് ചെയ്ത്. അപ്പോൾ ഓക്കെ എന്നല്ലേ, ശരി.